ഗോവിന്ദചാമിക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാർ തമ്മിൽ കടുത്ത ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കേണ്ട സാഹചര്യവുമൊക്കെ ഉണ്ടായത് അതൊരു പഴങ്കഥയാണ്. ഈ അവസരത്തിൽ രാജ്യം പോലും നടുങ്ങിയ ആ നിമിഷമാണ് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ജസ്റ്റിസ് കഡ്ജുവും തമ്മിലുണ്ടായ ആ കടുത്ത വാക്കേറ്റം അതുതന്നെയാണ് വീണ്ടും ഓർമ്മിക്കപ്പെടുന്നത്. ലോകത്തെമ്പാടുമുള്ള ജയിൽ ചാട്ടങ്ങളുടെ സാഹസിക കഥകൾ ഒട്ടനവധി നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ചാൾസ് ശോഭരാജ് തൊട്ട് ഏറ്റവും ഒടുവിൽ ഈ ഗോവിന്ദചാമി വരെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മളേവരും കണ്ടതാണ്. സിനിമാ കഥകളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അതിനെപ്പോലും കവച്ചുവെക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇവർ നടപ്പിലാക്കിയിട്ടുള്ളത്. പലരും പരാജയപ്പെട്ടിട്ടുണ്ട്, പലരെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്, ചിലരെ ഇതുവരെയും പിടിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി തന്നെയാണ് ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടത്തെയും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി എങ്ങനെയാണ് പുറത്തു കടന്നത്? ഇത് തന്നെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നത്. അതിൽ ചില പൊരുത്തക്കേടുകളുമുണ്ട്. എന്നിരുന്നാലും ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടുകയും വൈകാതെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതീവ സുരക്ഷയുള്ള ജയിലുകൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന കണ്ണൂരിൽ നിന്നിങ്ങനെ സംഭവിച്ചെങ്കിൽ മറ്റ് ജയിലുകളുടെ അവസ്ഥ എന്ത്? ഈ സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ഗോവിന്ദചാമിക്ക് വധശിക്ഷ നൽകിക്കൂടാ? അങ്ങനെയെങ്കിൽ ഈ ക്രൂരനെ എന്തിനാണ് നമ്മുടെ നികുതി പണത്തിൽ തീറ്റിപ്പോറ്റേണ്ടി വരുന്നത്? ഇത്രയും ബുദ്ധിമുട്ട് പോലീസിനും ജയിൽ ഉദ്യോഗസ്ഥർക്കും സഹിക്കേണ്ടി വരുന്നത്, ഇത്രയധികം ആക്ഷേപം സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നത്? ഈ ചോദ്യം നിരവധി ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് 2016 വധശിക്ഷ വിധിച്ച ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് ജീവപര്യന്തമാക്കി അത് മാറ്റിക്കിട്ടിയത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത്. 2016 സെപ്റ്റംബർ 15 കേരളക്കരയെ തന്നെ നടുക്കിയ ആ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിധിന്യായം. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയായി വെറുതെ വിട്ടു എന്നാണ് ആദ്യം സുപ്രീം കോടതി ഉത്തരവ് വായിച്ചപ്പോൾ വാർത്ത എല്ലായിടത്തും പ്രചരിച്ചത്. എന്നാൽ എങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ പുറത്തുവിട്ടു? എന്ത് വിശ്വസിച്ചാണ് പുറത്തു വിട്ടിരിക്കുന്നത്? നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഇങ്ങനെ പല ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു. പക്ഷേ വിധിന്യായം പുറത്തു വന്നപ്പോഴാണ് കൃത്യമായി എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായത്. വധശിക്ഷ എന്നുള്ളത് വേണ്ടെന്ന് വെച്ചു. പകരം ഗോവിന്ദചാമിയെ പുറത്തു വിടണമെന്നല്ല, പകരം അത് ഇളവ് ചെയ്തത് ജീവപര്യന്തമാക്കി തന്നെയാണ്. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയ ആ നടപടി തികച്ചും തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചു. എന്നാൽ തൊട്ടുപുറകെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ബെഞ്ചാകട്ടെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു അസാധാരണമായ ഒരു നടപടി അന്ന് ആ കേസിലുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് കഡ്ജുവിനോട് നേരിട്ടെത്തണമെന്ന് രഞ്ജൻ ഗൊഗോയി ആവശ്യപ്പെട്ടത്. പെൺകുട്ടി തീവണ്ടിയിൽ നിന്നും ചാടിയതാണെങ്കിലും തള്ളിയിട്ടതാണെങ്കിലും ഇതിന് പൂർണ്ണ ഉത്തരവാദി വേറെ ആരുമല്ല, അത് ഗോവിന്ദചാമി തന്നെയാണെന്ന് ജസ്റ്റിസ് കഡ്ജു പറഞ്ഞു. തുടർന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ജസ്റ്റിസ് കഡ്ജുവുമായി കടുത്ത വാക്കേറ്റം. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് സുപ്രീം കോടതിയിലേത്. കഡ്ജുവിനെ പിടിച്ച് പുറത്താക്കാൻ ആരും ഇവിടെ ഇല്ലേ എന്ന അവസാനം ജസ്റ്റിസ് ഗൊഗോയി ആക്രോശിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ആ സംഭവം ഉണ്ടായി. പിന്നീട് പുനഃപരിശോധനാ ഹർജി തള്ളിക്കളയുകയും ചെയ്തു. ഇതുതന്നെയായിരുന്നു ഏറ്റവും അധികം ഇന്ത്യൻ നിയമവ്യവസ്ഥ ചർച്ച ചെയ്ത ഒരു വിഷയം. രണ്ട് ന്യായാധിപന്മാർ തമ്മിലുള്ള ആശയ സംവാദം അതുതന്നെയായിരുന്നു രാജ്യം സാക്ഷ്യം വഹിച്ചത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് ഗോവിന്ദചാമിയും. കേസിലെ രേഖകളൊക്കെ തന്നെ ഇഴകീറി പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമിക്ക് പുറത്തു പോകാനുള്ള അവസരം അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഗൊഗോയി പറഞ്ഞത്. ബലാത്സംഗം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നിവ തെളിഞ്ഞിരിക്കുന്നു. സംശയാതീതമായി തന്നെ 100% അതിനുള്ള ശിക്ഷ ലഭിക്കും. പക്ഷേ തൻ്റെ പ്രവൃത്തി കൊണ്ടാണ് പെൺകുട്ടി മരണപ്പെടുമെന്ന ബോധ്യത്തോടെ ഗോവിന്ദചാമി കൊലപ്പെടുത്തി എന്നുള്ളത് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ കരുതാനും സാധിച്ചില്ല. അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ അതിനിടയിലുണ്ടായിരുന്നു. അതായത് പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്ന കാരണം അത് ബലാത്സംഗം മൂലമല്ല, പകരം 2 കാരണത്താലാണ്. ഒന്നെന്ന് പറയുന്നത് വലത് കൈകൊണ്ട് മുടുക്കി പിടിച്ച് ഉറപ്പുള്ള ഒരു കല്ലിലോ കോൺക്രീറ്റ് സ്ഥലത്തോ തല കൊണ്ട് ശക്തമായി ഇടിച്ചു. അതിലൂടെ ഉണ്ടായ മുറിവാണ് ഒന്നാമത്തേത്. പക്ഷേ ആ ഒരു മുറിവ് കാരണമല്ല ആ പെൺകുട്ടി മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം അതിനകത്തുണ്ടാക്കിയെടുക്കാം, ഒരു വിടവുണ്ടാക്കാം എന്ന് അഭിഭാഷകൻ തന്നെ കണ്ടെത്തിയത്. തീവണ്ടിയിൽ നിന്നും എടുത്തു ചാടിയപ്പോഴുണ്ടായ മുറിവ് അത് സാരമായ മുറിവാണ്, അതും മരണത്തിലേക്ക് നയിക്കുമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞത്. തീവണ്ടിയിൽ നിന്നും പെൺകുട്ടി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നുള്ള മൊഴിയാണ്
ആ വാതിലിനടുത്ത് നിന്ന ഒരു യാത്രക്കാരൻ നൽകിയത്. അല്ലാതെ ഗോവിന്ദച്ചാമി തള്ളിയിട്ടു എന്നുള്ളതല്ല. ഒരുപക്ഷേ ഗോവിന്ദച്ചാമി തള്ളിയിട്ടു എന്ന മൊഴി ആയിരുന്നു വന്നതെങ്കിൽ സംശയാതീതമായി അതും തെളിഞ്ഞിരുന്നേനെ. പക്ഷേ സ്വമേധയാ ചാടിയതുകൊണ്ട് ആ ഒരു വകുപ്പ് ശക്തമായി നിലനിൽക്കില്ല എന്നായിരുന്നു അവിടെ കോടതിയിൽ വാദിക്കപ്പെട്ടത്. എന്നാൽ യാത്രക്കാരൻ പറഞ്ഞതെന്നും 4-ാമത്തെയും 40-ാമത്തെ സാക്ഷികളുടെയും മൊഴി ഇത്തരത്തിലായിരുന്നു. പെൺകുട്ടി സ്വയം തീവണ്ടിയിൽ നിന്നും ചാടിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. അതാണ് ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പഴുതായി മാറിയതും. അതിലൂടെ തന്നെയാണ് വധശിക്ഷ എന്നുള്ളത് ഇളവ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിരുന്നാലും സൗമ്യയുടെ വധവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമി കുറ്റവിമുക്തനാകില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഗോവിന്ദച്ചാമി തന്നെയാണ്. ഇത്തവണ രക്ഷപ്പെടാൻ റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് ഗോവിന്ദച്ചാമിയും കണ്ടെത്തിയത്. തുണി കൊണ്ടൊരു വടം കെട്ടി ജയിലിൻ്റെ കൂറ്റൻ മതിൽ ചാടിക്കടന്നാണ് ഇരുവരും രക്ഷപ്പെട്ടത്. 7 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഒട്ടനവധി ആളുകളെ ആക്രമിക്കുകയും ചെയ്ത റിപ്പർ ജയാനന്ദൻ 2010 ജൂൺ 14-ാം തീയതിയായിരുന്നു കണ്ണൂർ ജയിൽ ചാടാൻ തീരുമാനിച്ചത്. ചാടിയത് സെല്ലിലെ കമ്പി നേരത്തെ മുറിക്കാൻ തുടങ്ങിയിരുന്നു. കിടന്നുറങ്ങുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു തോർത്തുകൊണ്ടും തുണി കൊണ്ടും മുണ്ടുകൊണ്ടും ഒരാൾ രൂപം ഉണ്ടാക്കി വെച്ച് ജയിൽ അധികൃതരെ പറ്റിച്ചു. പോലീസിനെ വട്ടം കറക്കിയ ആ ഒളിച്ചോട്ടം ഏറെ ദിവസം പോലീസിന് വലിയ തലവേദനയായിരുന്നു. തൊട്ടുപുറകെ ഊട്ടിയിൽ വെച്ചാണ് പോലീസ് റിപ്പറിനെ പിടിച്ചത്. ഇയാൾക്കൊപ്പം മറ്റൊരു കുപ്രസിദ്ധ കവർച്ചാ കേസ് പ്രതിയും രക്ഷപ്പെട്ടിരുന്നു. റിയാസ് എന്നായിരുന്നു പേര്. 2 ദിവസത്തിനകം ഇയാളെയും പിടികൂടി. അതീവ സുരക്ഷയുള്ള 10-ാം ബ്ലോക്കിലെ സെല്ലിൻ്റെ അടിഭാഗത്തെ കമ്പി മുറിച്ചാണ് റിയാസും ജയാനന്ദനും ജയിൽ ചാടിയത്. അന്ന് ഇടിമിന്നലുള്ള സമയമായതുകൊണ്ട് CCTV ക്യാമറകൾ ഓഫ് ചെയ്തു വെച്ചിരുന്നു. ഇത് മുതലാക്കിയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അതുപോലെയാണ് കഴിഞ്ഞ വർഷം ജനുവരി 14-ാം തീയതി 2024 14-ാം തീയതി ജനുവരി മാസം മയക്കുമരുന്ന് കുറ്റവാളികളായ ഹർഷാദ് ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ മുതലാക്കി ജയിൽ ചാടി. 10 വർഷത്തെ കഠിന തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രാവിലെ 6:45 അവിടുത്തെ ജയിൽ ജീവനക്കാരുടെ മനസ്സിലൊക്കെ തന്നെ നല്ല ഇമേജ് ഉണ്ടാക്കിയെടുത്ത് പത്രമെടുക്കാൻ പോകുന്നു എന്ന പേരിൽ പുറത്തിറങ്ങി ജയിൽ ഗേറ്റിന് തൊട്ടടുത്തുണ്ടായിരുന്ന സുഹൃത്ത് റിസ്വാനൊപ്പം ബൈക്ക് കയറി രക്ഷപ്പെട്ടു. ജയിലിലെ വെൽഫെയർ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ജോലി ഇയാൾ ചെയ്തതുകൊണ്ട് ആരും തന്നെ സംശയിച്ചിരുന്നില്ല. കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നയാൾ, എന്തു പറഞ്ഞാലും അനുസരിക്കും. അങ്ങനെ വിശ്വാസ്യത ഏറെ പിടിച്ചുപറ്റി. അതിനുശേഷമാണ് ജയിൽ ചാട്ടം തുടങ്ങിയത്. ജയിലിലേക്ക് വരുന്ന പത്രക്കെട്ടെടുക്കുന്ന ജോലിയായിരുന്നു ഹർഷാദിനെ ഏൽപ്പിച്ചത്. പക്ഷേ അന്നേ ദിവസം രാവിലെ പത്രക്കെട്ടെടുക്കാൻ പോയ ഹർഷാദിനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ജയിൽ അധികൃതർ ടൗൺ പോലീസിൽ പരാതിപ്പെട്ടത്. 40 ദിവസത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും ഇയാളെ പിടികൂടിയത്. അത്തരത്തിലുള്ള ഒട്ടനവധി ജയിൽ ചാട്ടങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ഏവരെയും അമ്പരപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു ഗോവിന്ദച്ചാമിയുടേത്.